ആദ്യത്തെ ഉമ്മ, ബീച്ചിൻ്റെ സൈഡ്, സൺസെറ്റ്. ദൈവമേ, മിന്നിച്ചേക്കണേ. അങ്കിൾ. അതെ, അങ്കിള് തന്നെ. അങ്കിൾ കോയമ്പത്തൂരിൽ പോന്നു. എഴുന്നേറ്റ് പോടാ. വീട്ടിലെന്തൊക്കെയാണ് വിശേഷം അങ്കിൾ? എഴുന്നേറ്റ് പോടി. അവന്റെ ഒരു അന്വേഷണം. പൊക്കെ പൊക്കെ, വീട്ടിൽ പൊക്കെ പോടാ. എടാ പോ. വീട്ടിൽ നിന്ന് അളിയനെയും പെങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി ജീനയെ പെണ്ണ് വെച്ചു. വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ ജീനയുടെ പപ്പ കല്യാണത്തിന് സമ്മതിച്ചു. തന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഏതായാലും താൻ തന്നെ ഇങ്ങോട്ട് വന്നത് നന്നായി. എന്തുപറ്റി അങ്കിൾ? എന്തായാലും തൻ്റെ ജോലിക്കാരി ശ്രമിക്കുന്നുണ്ട്, ഒന്നങ്ങോട്ട് ശരിയായിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച ദിവസം തന്നെ തൻ്റെ ജോലി പോയി. അന്ന് മുതൽ കേൾക്കുന്ന ഈ കാസറ്റ്. എൻ്റെ മണ്ടത്തരത്തിനാ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ തോന്നിയത് തന്നെ. നല്ലൊരു സാലറി ഉള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഉടനെ ശരിയാവും. എപ്പോ? എൻ്റെ മൂക്കി പഞ്ഞു വെച്ചിട്ടാ. എടോ, ഏതൊരു അച്ഛനെ പോലെ സ്വന്തം മകളെ പോറ്റാൻ കഴിയുന്ന ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇനി ഈ ബന്ധത്തിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ നമ്മുടെ മോക്ക് വേണ്ടിയല്ലേ, കുറച്ച് ടൈം കൊടുത്തൂടെ? നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ എൻ്റെ പണി നോക്കടി. ഇടക്കേറി അഭിപ്രായം പറയാൻ വന്നേക്കണം. പിന്നെ ഈ SMS സൈക്കിളും ബീച്ചിൽ പോക്ക് സിനിമയ്ക്ക് പോക്കൊക്കെ ഇന്നോടെ നിർത്തിക്കോണം. പറഞ്ഞു മനസ്സിലായല്ലോ? അതെ അങ്കിളെ. എന്നെ അങ്കിളെന്ന് ഈ കല്യാണം കഴിച്ചോളാന്ന് ഞാൻ വാക്ക് കൊടുത്തത് അവൾക്കാണ്, അങ്കിളിനല്ല. അവൾ എനിക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുത്താൽ മതി. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ രീതിയിൽ ചിന്തിക്കേണ്ടി വരും. ഇതെൻ്റെ വീടാണ്. ചായ കുടിച്ചിട്ട് സ്ഥലം കാലിയാക്ക. അമ്മേ, ജിനെ കാണാം. പോട്ടെ, ഞാൻ വിളിക്കാം. ഹലോ. ഹലോ മാത്യു, പപ്പയുടെ മനസ്സ് മാറുമെന്ന് തോന്നുന്നില്ല. അരമണിക്കൂറിനുള്ളിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇനിയെല്ലാം നിൻ്റെ കയ്യിലാണ്. എന്തുപറ്റി? പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ് എനിക്കിഷ്ടം. അതുപോലെ നാളെ എന്നെ പെണ്ണ് കാണാൻ ആൾ വരുന്നുണ്ട്. ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ മാത്യു. ശരി, ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചേക്ക്. നീ ഇപ്പോൾ വീട്ടിൽ നിന്ന് നിൽക്ക്. എനിക്കറിയാം നിനക്കിപ്പം ജോലിയില്ല. ജോലി കിട്ടുന്നവരെ ഞാൻ വേണം നോക്കാൻ. പിന്നെ നീ സിഗരറ്റ് വലിക്കും, വെള്ളം അടിച്ച പിച്ചും പെയ്യും പറയും, ഉറക്കത്തിൽ കൂർക്കം വലിക്കും, കഷണ്ടിയാവും. ഇതൊക്കെയല്ലേ? എടി ജീനെ, അതൊക്കെ ഉള്ളത് തന്നെ. പക്ഷേ അതല്ല നിൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട തീരുമാനമാണത്. എൻ്റെ പപ്പ പറഞ്ഞ പോലെ പിന്നീട് ആലോചിക്കുമ്പോൾ ഇതൊരു മണ്ടത്തരമായി പോയെന്ന് തോന്നരുത്. അതുകൊണ്ട് നീ നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി. ഹലോ ജിനെ, ഞാൻ ചേർച്ച് റോഡിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം? ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ശരി, ഞാൻ എന്തായാലും ജോണിൻ്റെ ഓഫീസിലേക്ക് പോകാം കാശ് മേടിക്കാം. നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ബാക്കി നമുക്ക് വന്നിട്ട് ആലോചിക്കാം. ശരി, ഓക്കെ. ஹலோ அண்ணா. என்ன மேத்யூ, காசு எனக்கு செட்டில் பண்ணுறல? ஜான் கிட்ட கேட்டிருக்கேன். கிடைச்சதுன்னே கால் பண்ணுறேண்ணா. ஜான் கிட்ட கேட்டாலும் சரி, அந்த கிட்ட கேட்டாலும் சரி. இதா தரேன் அந்தா தரேன் ஒரு மாதம் என்னடா பாய்ச்சிட்ட? இன்னைக்கு தான் உனக்கு கடைசி டேட். மிஸ் ஆச்சு பசங்காண்ட அட்ரஸை பில் அடிச்சிருவேன். அறுத்துருவானு. அண்ணா, ஜான் கால் பண்ணுறா, பேசிட்டு உங்களை கூப்பிடுறேன். என்னை பற்றி உனக்கு நல்லா தெரியும் மேத்யூ, பார்த்து பழச்சிக்கோ.
പറ എന്തായി? കാശ് റെഡി ആയിട്ടുണ്ട്. വേഗം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വാ. ഈ ക്ലാസ് ഉള്ള. താങ്ക്സ് ഡാ, ഞാൻ ഉടനെ വരാം. ആ വേമ. ജീനെ, നീ ഇറങ്ങിയോ? അവൾ ഇറങ്ങിയിട. നീ എവിടെയാ ഉള്ളത്? അവൾ ഇറങ്ങിയാവോ? ഫോൺ എടുത്തില്ലേ? அண்ணே 500 சப்ப சாயந்தரத்துக்குள்ள பேலன்ஸ் செட்டில் பண்றேன். என்ன அண்ணே கிளச்சு பிளேட்டும் பிரேக்கும் கொஞ்சம் வேலை பார்க்கணுண்ணே. எப்போ ரோடுற குறுக்க வந்தாலும் தூக்கி போட்டு போயிட்டே இரு. போ போடா. ஏய் காசுங்க. I was stuck up in DJ work and stuff, so couldn't touch with you, Raja. உன் பேர் என்ன? Manik. அன்னைக்கு வேறு எதை சொன்னியா? Dude, Manik is my name. ஏய் என்ன தபாய்க்கிறியா? முழு பேர் சொல்ல. Manik Kunnu. Manik Kunnu. நான் கூட மாணிக் பாஷாவான்னு நினச்சேன். போன வாரமே செட்டில் பண்ணுறேன்னா பணம் கிடைக்கல, பட் டோன்ட் வரி ராஜா, ஐ வில் கிவ் ஆல் த மணி வித் யூ. இந்த ஜானி ஏசப்பெல்லாம் என்கிட்ட வேணாம். இங்கே வா, இங்கே வாடா. ദൈവമേ, എൻ്റെ പൊന്നു ചേട്ടാ, ഇത് മാത്രം ചോദിക്കരുത്. ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ചേട്ടൻ തന്നതാ. ഡോണ്ട് നോ ചാക്കോനേർ ജ്വല്ലറി ഫ്രം കേരള. ആ അപ്പോൾ தர முடியாது. ஏய் ஏதோ உங்கள் அண்ணன் வெயிட்டை நான் ஆளும் தாண்டா நம்பி உனக்கு பணம் கொடுத்துருக்கேன். உன் அண்ணனுக்கு மேட்ரு தெரிய வேண்டாம் நினச்சேன்னு வை. மச்சான 2-2.5 அமௌண்ட் செட்டில் பண்ணு. அண்ணா 2-2.5 2-2.5 2 2 ഈവനിങ് ഐ വിൽ റെഡി യു. പിന്നെ ചേട്ടനോട് പറയരുത് എൻ്റെ അണ്ണൻ, പ്ലീസ്. ഓ ഫോർ ഗാഡ്. ഡ്യൂഡ് ഒരു 500 റുപ്പീസ് കിട്ടുമോ? ആ അളിയാ, അളിയ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ജോലിയൊക്കെ എങ്ങനെ പോണ്? ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നളിയാ. വേറെന്ത് വിശേഷം? പെങ്ങൾക്ക് സുഖമല്ലേ? അവളവിടെ സുഖമായിട്ടിരിക്കണ്. ഞാനേ ഒരു അത്യാവശ്യത്തിന് ചെന്നൈയിൽ വന്നതാ. അപ്പൊ വിചാരിച്ചു മാത്യുളിന്റെ ഓഫീസൊക്കെ കണ്ട് അളിയനോടൊന്ന് സംസാരിച്ചിട്ട് പോവാന്ന്. അതായത് ഞാൻ ഓഫീസിൽ ലീവാ. പണിയെല്ലാം കഴിഞ്ഞിട്ട് വിളിക്കും. എവിടെയാണെന്ന് ഞാൻ ഒന്ന് കണ്ടോളാം. എന്നാ ഞാൻ എന്റെ പണി കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, ശരി ശരി. അങ്ങനെ ചരക്കാൻ വിളിക്കണ്ട്. നീ വിളിക്കണ്ട, സൂക്ഷിച്ചോണ്ടെ വട്ടിലേക്ക് കാശ് കൊടുക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണ്ട, ഞാൻ മീറ്റിങ്ങിലായിരിക്കും. ശരി.